കടമെടുപ്പ് പരിധി ഉയർത്തണമെന്ന ആവശ്യത്തിൽ കേരളത്തിന് സുപ്രീം കോടതിയിൽ ആശ്വാസം. 13,600 കോടി രൂപ കടമെടുക്കാൻ കേരള സർക്കാരിന് കേന്ദ്രം അനുമതി നൽകി. കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച കേന്ദ്ര നടപടിക്കെതിരെ കേരളം സമർപ്പിച്ച ഹർജിയിലെ വാദത്തിനിടെയാണ് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ ഇക്കാര്യം അറിയിച്ചത്. ഈ സാമ്പത്തിക വർഷം അവസാനിക്കുന്ന മാർച്ച് 31 മുൻപ് സംസ്ഥാനത്തിന് കടമെടുക്കാൻ അർഹതയുള്ളത് 13,608 കോടി രൂപയാണ്. ഈ തുക കടമെടുക്കാനുള്ള അനുമതി സംസ്ഥാന സർക്കാരിന് അടിയന്തരമായി നൽകണമെന്ന് കേന്ദ്രത്തോട് സുപ്രീംകോടതി നിർദ്ദേശിച്ചു. കേന്ദ്രം നിർദ്ദേശിച്ച തുക സ്വീകാര്യമാണെന്ന് കേരളം അറിയിച്ചു. ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, KV വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. സുപ്രീംകോടതിയിൽ സംസ്ഥാനം നൽകിയിരിക്കുന്ന ഹർജി പിൻവലിച്ചാൽ മാത്രമേ ഈ തുക എടുക്കാൻ സംസ്ഥാനത്തിന് അധികാരം നൽകാൻ കഴിയുമെന്നായിരുന്നു കേന്ദ്ര നിലപാട്. എന്നാൽ ഇതിനെ സുപ്രീംകോടതി വിമർശിച്ചു. കേസുമായി സുപ്രീംകോടതിയെ സമീപിക്കാനുള്ള അധികാരം കേരളത്തിനുണ്ടെന്നും സംസ്ഥാനത്തിന്റെ അധികാരം നിഷേധിക്കുന്നത് ശരിയല്ലെന്നും കോടതി വ്യക്തമാക്കി. 26,000 കോടി രൂപ കടമെടുക്കാൻ ഇടക്കാല ഉത്തരവിലൂടെ അനുവദിക്കണമെന്നായിരുന്നു കേരളത്തിന്റെ ആവശ്യം. 15,000 കോടി കൂടി വേണ്ടിവരുമെന്ന് അറിയിച്ചപ്പോൾ ബാക്കി തുകയ്ക്ക് കേന്ദ്രവും കേരളവും ചർച്ച ചെയ്യാൻ കോടതി നിർദ്ദേശിച്ചു. ഇക്കാര്യം കേന്ദ്രവും കേരളവും അംഗീകരിച്ചു. കടമെടുപ്പിന് പരിധി നിശ്ചയിച്ചുകൊണ്ട് കേന്ദ്രം സാമ്പത്തികമായി ഞെരുക്കുന്നുവെന്ന് കാണിച്ചാണ് സംസ്ഥാനം സ്യൂട്ട് ഹർജി നൽകിയത്. ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയെന്നാണ് കേരളം സുപ്രീംകോടതിയിൽ വ്യക്തമാക്കിയത്. പെൻഷൻ, ക്ഷാമബത്ത, ആനുകൂല്യങ്ങൾ തുടങ്ങിയവ നൽകാൻ പണമില്ലെന്നും ശമ്പളം നൽകാനുള്ള പണം മാത്രം കയ്യിലുണ്ടെന്നും കേരളം അറിയിച്ചു. കേന്ദ്ര സർക്കാർ പണം നൽകണമെന്നതല്ല സംസ്ഥാനത്തിന്റെ ആവശ്യമെന്നും കടമെടുക്കാൻ അനുമതി നൽകണമെന്നാണ് ആവശ്യമെന്നും വാദത്തിനിടെ കേരളം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. വനം വന്യജീവി ആക്രമണം തടയാൻ ഉന്നതാധികാര സമിതിക്ക് രൂപം നൽകി. മുഖ്യമന്ത്രി ചെയർമാനും വനം മന്ത്രി വൈസ് ചെയർമാനുമായിട്ടായിരിക്കും സമിതി പ്രവർത്തിക്കുക. മന്ത്രിസഭാ യോഗത്തിൻ്റെതാണ് തീരുമാനം. കഴിഞ്ഞ ഒരു മാസത്തിനിടയ്ക്ക് വന്യജീവി ആക്രമണത്തിൽ പൊലിഞ്ഞത് 8 ജീവനുകൾ. മലയോര മേഖലയിൽ കാട്ടുപന്നിയും ആനയും കൃഷി നശിപ്പിക്കുന്നത്